സ്വാമിയെ ശരണമയ്യപ്പ. ഹരിവരാസനമെന്ന കീർത്തനം ശബരിമലയിൽ ഉറക്കപ്പാട്ടായി പാടുന്നുണ്ട്. അതിൻ്റെ വരികൾ ചിലത് തെറ്റായിട്ട് പറയുന്നു, മംഗളം പാടുന്നില്ല, അങ്ങനെ പല കണ്ടീഷനും പറയുന്നു. അത് അകത്ത് പാടുന്നത് ഇപ്പോഴും ഭക്തരും തന്ത്രിയും അല്ലെങ്കിൽ പോറ്റിയും നമ്പൂതിരിമാരും മേൽശാന്തിയും കീഴ്ശാന്തിയൊക്കെയാണ്. പുറത്ത് കേൾക്കാനാണ് യേശുദാസിൻ്റെ പാട്ടിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പല ആളുകൾ അവിടെ പോകുന്നവർ, അകത്ത് നിൽക്കുന്നവർ ചുണ്ടണക്കുന്നേ ഉള്ളൂ, വായ പാടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ സംബന്ധിച്ച് അത് ലോപിച്ച് അവസാനം യേശുദാസിൻ്റെ ഒരു പാട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ആക്ഷേപം ശബരിമലയിൽ പോകുന്ന ആളുകൾ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹരിവരാസനം ആരാണ് എഴുതിയത് എന്നതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പുറക്കാട് കോനോത്ത് ജാനകി അമ്മയാണ് ആദ്യം എഴുതിയിരുന്നത്. ഒരു അയ്യരെ പേരും കൂടെ പറഞ്ഞു, പക്ഷേ അയ്യരല്ല അത് എഴുതിയതെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ വീഡിയോ ചെയ്തത്. അപ്പോഴാണ് ആ വീഡിയോ കണ്ടിട്ട് ബാംഗ്ലൂരിൽ താമസമുള്ള ഒരമ്മ അവരുടെ പുസ്തക ശേഖരത്തിൽ നിന്ന് എനിക്കൊരു പുസ്തകം അയച്ചു തന്നു. അത് വെച്ച് നോക്കുമ്പോൾ അജ്ഞാതനായ ഒരാളാണ് പാടിയത് എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ വീണ്ടും ചെയ്യാൻ കാരണം മൂന്നാമത് ഇത് ചെയ്യാൻ ഇതൊരു റിസർച്ച് ടോപ്പിക്കായി വന്നിട്ടുണ്ട്. ഇതൊരു ഗവേഷണ വിഷയമായി വന്നിട്ടുണ്ട്. താല്പര്യമുള്ള ഹൈന്ദവ ഭക്തർക്ക് ഈ പുസ്തകങ്ങൾ, പുരാണ പുസ്തകങ്ങൾ വീട്ടിലുള്ളവർക്കോ എന്നെ സഹായിക്കാൻ, ഞങ്ങളെ സഹായിച്ചാൽ സത്യമെന്ന് ഇപ്പം കോനോത്ത് ജാനകി അമ്മയാണ് എഴുതിയതെങ്കിൽ പിന്നെ നമുക്കതിനകത്ത് തർക്കമില്ല. ജാനകി അമ്മ എഴുതിയെങ്കിൽ അമ്മ എഴുതിയത്, പക്ഷേ അല്ല മറ്റൊരാൾ എഴുതിയെങ്കിൽ മറ്റൊരാൾ എഴുതി. ഇതൊന്ന് അന്വേഷിക്കുക എന്നൊരു കൗതുകം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ശ്രീലങ്കയിൽ താമസിക്കുന്ന ഒരു വ്യക്തി, ശ്രീലങ്കയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹം ദീർഘകാലം വിദേശത്തൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സുഭാഷ് ചന്ദ്രൻ എന്നാണ്. അദ്ദേഹം എനിക്ക് ഒരു ടെസ്റ്റ് അയച്ചു തന്നു, PDF അയച്ചു തന്നു. അത് എന്ന് പറഞ്ഞ് ശ്രീധർമ്മശാസ്ത്ര സ്മൃതി കദംബം ഒരു KS ചിദംബരത്തിൻ്റെ കളക്ഷനിലുള്ളതാണ്. പുസ്തകം രസകരമാണ്. അതിനകത്തുള്ള രസകരം എന്ന് പറഞ്ഞാൽ ഇത് സ്കാൻഡ് കോപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പരിമിതിയുണ്ട് വായിക്കാൻ. ഈ പുസ്തകത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾ, ശബരിമലയുമായി ബന്ധമുള്ളവർ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു പുസ്തകമുണ്ടോ എന്ന് നോക്കണം. തമിഴിലാണ് ആദ്യം അത് എഴുതിയത്. ശ്രീധർമ്മശാസ്ത്ര സ്മൃതി കദംബം എന്നുള്ളത് മലയാളത്തിലാണ് പറയുന്ന പേര്. ശാസ്താസ്തുതി കദംബം എന്ന പേരിലാണ്, തമിഴിലാണ് ആദ്യം ആ പുസ്തകം എഴുതിയത്. കുളത്തൂർ അയ്യർ എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം 1920 ആണ് ഈ തമിഴിൽ പുസ്തകം എഴുതിയത്. 63 ഇത് ചാലയിൽ നിന്നിറങ്ങിയ മറ്റൊരു ജയചന്ദ്ര പബ്ലിക്കേഷൻ ഇറക്കിയ പുസ്തകത്തിൽ ഹരിവരാസനം മാത്രം ഇത് പ്രിന്റ് ചെയ്ത് വന്നു എന്ന് പറയുന്നത്. പക്ഷേ ഈ പുസ്തകം എനിക്ക് അയച്ചു തന്നപ്പോൾ, ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാര്യം അതാണ്, ഈ പുസ്തകം ശ്രീലങ്കയിലെ സുഹൃത്ത് അയച്ചു തന്നപ്പോൾ കാരണം ഇത് വളരെ പഴയ സ്കാൻ ചെയ്ത അല്ലെങ്കിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്ന ബുക്കാണ്. ഈ ബുക്കിൽ 124 പേജ് മുതൽ 146 പേജ് വരെ മിസ്സിംഗ് ആണ്, കിട്ടിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും കിട്ടിയിട്ടില്ല. ഈ KS ചിദംബരം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതാണ്, തമിഴ്നാട്ടിലെ ഒരാൾ. അപ്പോൾ ആ 124 മുതൽ 146 വരെയുള്ള പേജുകളില്ല. എന്നാൽ ഇതിനകത്ത് ഈ പല സ്ഥലങ്ങളിലും ഹരിഹര സുതനെ എന്നുള്ള കൺസെപ്റ്റിൽ ശാസ്താവിനെയും ഹരിഹരനെയും സ്തുതിച്ചുകൊണ്ട് പിന്നെ വളരെ മനോഹരമായി ഇതിനകത്ത് കവിതകൾ എഴുതിയിട്ടുണ്ട്, ഈ ഗാനം എഴുതിയിട്ടുണ്ട് ഈ അയ്യർ. അപ്പോൾ ഈ പുസ്തകത്തിൽ മിസ്സിംഗ് ആയ പേജുകൾ കൂടി കിട്ടേണ്ടതുണ്ട്. ആരുടെയെങ്കിലും കൈവശം ഈ പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരണം. ഈ പുസ്തകം ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കണം. ഇനി രണ്ടാമത്, ഈ പാട്ട് എങ്ങനെയാണ് ശബരിമലയിൽ വന്നത് എന്നുള്ളതാണ്. ഹരിവരാസനത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്തിരുന്നപ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സാത്വികനായ സന്യാസിയാണിത് ആദ്യം പാടിയത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു വിവരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വിവരങ്ങൾ കിട്ടുന്ന അപ്പോൾ യൂട്യൂബിൽ തരുന്നത് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ചാനലിൽ പറയുന്നത് നമുക്ക് സത്യം അറിയുന്നതിനാണ്. അല്ല നമുക്കിപ്പോൾ ജാനകി അമ്മയോ അല്ലെ അയ്യരോ ആരെഴുതിയാൽ നമുക്ക് 1920-ലും 50-ലും ഒക്കെ എഴുതിയ കാര്യം നമ്മളെന്തിനാ ഇപ്പോൾ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അതിൻ്റെ കാര്യമില്ല. പക്ഷേ നമുക്ക് സത്യം ഒന്ന് അറിയുക ജനങ്ങൾക്ക്. കാരണം ശബരിമലയിൽ എവിടെ വെച്ചാണ് ശബരിമല അയ്യപ്പ കോപം നമുക്ക് കിട്ടിത്തുടങ്ങിയത്, എവിടെ വെച്ചെന്ന് അറിയണമല്ലോ. അതിനറിയാനുള്ള ഒരു കൗതുകം മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 1950-ലാണ് അവിടെ ഈ 1920 ഇറങ്ങിയെന്ന് പറയപ്പെടുന്ന പാട്ട് 1963 ഇത് തിരുവനന്തപുരത്ത് വരുന്നു എന്ന് പറയുന്നത്. ഇത് തമിഴ് പുസ്തകത്തിലൊക്കെ അടിച്ച് പ്രിന്റ് ചെയ്ത് വന്നതിൻ്റെ ഭാഗമായി ആലപ്പുഴയിലുള്ള ഒരു ഗോപാലമേനോൻ അവിടെ ഇത് അവിടെ പോയി അമ്പലത്തിൻ്റെ അടുത്ത് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഗോപാലമേനോൻ അവിടെ കാട്ടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നപ്പോൾ ഈ ഗോപാലമേനോനെ ഗോപാലമേനോൻ അത് ഇരിക്കുമ്പോൾ മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ഒരു ഈശ്വരൻ നമ്പൂതിരിയാണ് 4 വർഷം തുടർച്ചയായിട്ട് അവിടെ
പിന്നെ എന്തായിട്ടിരുന്നത്, മേൽശാന്തി ആയിരിക്കും, 4 വർഷം മേൽശാന്തി ആയിരിക്കുന്നത് ഈശ്വരൻ നമ്പൂതിരിയാണ്. മാലവേലിക്കൽ ഈശ്വരൻ നമ്പൂതിരിയുടെ പിന്മുറക്കാർ ഇപ്പോൾ കാണും, ഉണ്ടെങ്കിൽ അവരുടെയിലൊക്കെ ഈ പുസ്തകം ചിലപ്പോൾ കണ്ടേക്കാം. അപ്പൊ ഈശ്വരൻ നമ്പൂതിരി ഉണ്ടായിരുന്നപ്പോൾ ഈ പറഞ്ഞ ആലപ്പുഴക്കാരനായ ഒരു ഗോപാലൻ മേനോൻ, VR ഗോപാലൻ മേനോൻ ഭക്തൻ അയ്യപ്പനെ ദർശിക്കാൻ എത്തുകയും അവസാനം അവിടെ ഒരു ചെറിയ ഹട്ട് കെട്ടി, അത് കാട്ടിന്റെ അകത്തോട്ട് ക്ഷേത്രത്തിൽ നിന്ന് മാറി ഒരു ഹട്ട് കെട്ടി താമസിക്കുകയും ചെയ്തു ഈ ഗോപാലമേനോൻ. ഈ ഗോപാലമേനോനാണ് നമ്മൾ ഈ പറഞ്ഞ അജ്ഞാതനെന്നും. അദ്ദേഹം നിരന്തരം ഈ പാട്ട് വെറുതെ വന്നിരുന്ന് പാടുമായിരുന്നു. അദ്ദേഹം പാടുകയും അവിടെ ഇരിക്കുന്നവർക്കെല്ലാം എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ മറ്റ് അയ്യർ എഴുതിയ പാട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് അപ്പൊ ഈ ഈശ്വരൻ പോറ്റിയും വിമോചിതാനന്ദ സ്വാമി എന്ന് പറഞ്ഞ മറ്റൊരു സ്വാമിയും ഇതിനകത്ത്, മോചിതാനന്ദ സ്വാമി മറ്റൊരു സ്വാമിയും അവിടെ വരികയും ഇതൊക്കെ കേൾക്കുകയും പാട്ടൊക്കെ കേൾക്കുകയും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് വരുന്നത്. ദേവസ്വം ബോർഡ് വന്നപ്പോൾ ഈ ശബരിമലയിൽ നിന്ന് എല്ലാവരും ഇറക്കി വിടണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഗോപാലമേനോൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഗോപാലമേനോൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പക്ഷെ 4-5 ദിവസം കഴിയുമ്പോൾ ഗോപാലമേനോൻ മരിച്ചുപോയി. അപ്പോൾ ഗോപാലമേനോൻ സങ്കടപ്പെട്ട് ശബരിമലയിൽ നിന്ന് നാട്ടിൽ പോകാതെ അവിടെ തന്നെ നിന്ന് മരിച്ചുപോയി. ഈ മരിച്ചു പോയതിന് ശേഷം വീണ്ടും ഈശ്വരൻ നമ്പൂതിരിയും ഈ സ്വാമിയും കൂടെ അമ്പലത്തിൽ വീണ്ടും ഒന്നിക്കുമ്പോൾ കുറേ ദിവസമായിട്ട് ഈ ഗോപാലമേനോൻ പാടിയ പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഒന്നുകൂടി പാടണമല്ലോ, നമ്മളത് കളയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് അവർക്കത് എഴുതി കിട്ടിയത്, അവരത് പാടി. ഈ പാട്ടാണ് പിൽക്കാലത്ത് ജാനകിയമ്മ എഴുതി എന്നുള്ളത് ചരിത്രത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ശ്രീലങ്കക്കാരനായ ഈ സുഭാഷ് ചന്ദ്രൻ എനിക്ക് വേറൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അത് ജാനകിയമ്മയുടെ മകളുടെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അമ്മയാണ് എഴുതിയതെന്ന് പറയുന്നുണ്ടെങ്കിലും പറഞ്ഞു വരുമ്പോൾ അമ്മ മറ്റ് കഥകൾ എഴുതി, കവിത എഴുതി എന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് ചില കൺഫ്യൂഷൻസ്, ആ അമ്മയുടെ വീഡിയോ കേൾക്കുമ്പോൾ ഒരു ആധികാരികത കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചോദിക്കുന്ന ആൾക്ക് കണക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ ഒരു ആധികാരികത കുറവ്. അമ്മ കവിത എഴുതും അല്ലെങ്കിൽ അമ്മ കത്ത് എഴുതും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ ഒരു ആധികാരികത കുറവ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് നമുക്കിപ്പോൾ ആരെയും ആധികാരികത സമർത്ഥിക്കാനോ നിവർത്തിക്കാനോ ഒന്നുമല്ല. എനിക്ക് വേണ്ടതല്ലേ നമുക്ക് വേണ്ടത് ശ്രീധർമ്മശാസ്ത്ര സ്മൃതി കദംബം അല്ലെങ്കിൽ ശാസ്ത്ര സ്മൃതി കദംബം എന്നൊരു പുസ്തകം തമിഴിൽ എഴുതിയത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും തമിഴ് അറിയാവുന്ന ആളുകളുടെ വീട്ടിലുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കണം. മലയാളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയ ജയചന്ദ്ര ബുക്സ്, ചാലയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ജയചന്ദ്ര ബുക്സിന്റെ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരണം. ഈ സ്മൃതി കദംബത്തിനകത്ത് 124 മുതൽ 146 വരെയുള്ള പേജുകൾ മിസ്സിംഗ് ആണ്. ആ പുസ്തകം ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ കൂടെ അറിയിക്കണം. ഇതിൻ്റെ ഒരു സത്യം അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് മാത്രമാണ്. ഒരു കാര്യം കൂടി വിവാദമായി പറയുന്നുണ്ട്, അത് എത്ര കണ്ടെന്നറിയില്ല. ശബരിമലയിൽ വെളിച്ചപ്പാടിനെ ഒരു കാലത്തും അംഗീകരിച്ചിരുന്നില്ല. വെളിച്ചപ്പാടെന്ന് പറയുന്നൊരു സംവിധാനം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ജാനകി അമ്മയുടെ അച്ഛനെന്ന് പറയുന്ന ആൾ അവിടെ പോയി അയ്യരായിട്ടിരുന്നു. അയ്യർ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ചെന്നു, അവിടെ വെളിച്ചപ്പാടായിരുന്നു എന്നല്ല, അവിടെ ആളുകൾ വരുമ്പോൾ അത് മറ്റേ അമ്മയും സമ്മതിക്കുന്നുണ്ട്, ജാനകി അമ്മയുടെ അമ്മയും സമ്മതിക്കുന്നുണ്ട്. തുള്ളലും വെളിച്ചപ്പാടൊന്നുമല്ല, അവിടെ ഇരിക്കുകയും ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചോദിച്ചറിയുന്ന ജ്യോതിഷം ചോദിച്ചറിയുമ്പോൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ചില ആളുകളോട് നമ്മൾ ചോദിച്ചറിയുമല്ലോ. അപ്പൊ ചോദിച്ചറിയുമ്പോൾ ആളുകൾക്ക് കാര്യം പറയുകയും ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായി നടക്കുകയും ചെയ്യുന്ന ഒരു ജ്യോതിഷി സ്വഭാവമുള്ള ഒരു വെളിച്ചപ്പാട് എന്നുള്ള കാര്യങ്ങൾ പറയുന്ന വെളിച്ചപ്പാട് എന്നുള്ള നിലയിലാണ് ഉണ്ടായിരുന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഇല്ലായിരുന്നു എന്നും കൃത്യമായി ചില രേഖകളിൽ പറയുന്നു. അങ്ങനെ ഒരാൾ അവിടെ സ്ഥിരമായി ഇല്ലായിരുന്നു. അപ്പൊ ഇനി ഇതൊക്കെ 20കളിൽ നടന്ന 20 മുതൽ 50 വരെ 1950 വരെ നടന്ന കഥകളാണ്. അപ്പോൾ ഇതൊക്കെ കഥകൾ എന്തിനാണ് ഇപ്പൊ പുറത്ത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു താല്പര്യവും ഇതിനകത്തില്ല. ശബരിമല അയ്യപ്പനെ സംബന്ധിക്കുന്ന സത്യസന്ധമായ കാര്യങ്ങൾ പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. ഹൈന്ദവ സമൂഹം ഈ കിട്ടുന്നതെല്ലാം പാടുകയും കിട്ടുന്നതെല്ലാം ആടുകയും ചെയ്യുന്ന, കാണുന്നതെല്ലാം കേൾക്കുകയും കാണുന്നതെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോൾ അവിടെ ദൈവകോപവും അയ്യപ്പന്റെ യഥാർത്ഥ ഭക്തിയും ചൈതന്യവും ഒക്കെ എവിടെ പോകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗോപാലമേനോനെ ഇറക്കി വിട്ടതിൻ്റെ, ശബരിമലയിൽ നിന്ന് ഹരിവരാസനം പാട്ട് ദിവസവും പാടിക്കൊണ്ടിരുന്ന ഗോപാലമേനോനെ സന്യാസി രൂപത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്ന VR ഗോപാലമേനോനെ ഇറക്കി വിട്ടതിൻ്റെ ഒരു ശാപവും പാപവും ഒക്കെ ഉണ്ടോ എന്ന് കൂടി നമുക്ക് ആലോചിക്കണം. എന്തായാലും അതുപോലെ ഈശ്വരൻ നമ്പൂതിരിയെ മാറ്റിയത് സംബന്ധിച്ചും ഒരു വലിയ വിവാദമുണ്ട്. അതിപ്പോൾ ഞാൻ തുറക്കുന്നില്ല, വേറെ വീഡിയോയിൽ പറയാം. ഈശ്വരൻ നമ്പൂതിരിയെ ശബരിമലയിൽ നിന്ന് ദേവസ്വം വന്നപ്പോൾ മാറ്റിയ 4 വർഷമായി തുടർന്ന നമ്പൂതിരിയെ മാറ്റിയ കഥയും വളരെ രസകരമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കൗതുകമുള്ള പഴയ ചരിത്രത്തിൻ്റെ വല്ലാത്ത കഥകളാണ് ശബരിമലയിൽ നിന്ന് അറിയുന്നത്. എന്തായാലും ഹരിവരാസനം എഴുതിയത് വീണ്ടും അയ്യരിലേക്ക് പോകുന്നു. ആദ്യം പാടിയത് VR ഗോപാലമേനോൻ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹത്തിലേക്ക് പോകുന്നു. എന്താണ് ശരിയെന്ന് നമുക്കറിയണം. ദയവായി നിങ്ങൾ എനിക്ക് പുസ്തകമുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി അയച്ചു തരിക. പഴയ കാലത്തുള്ള ഹൈന്ദവ കുടുംബങ്ങളിലൊക്കെ
ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് 2 പുസ്തകം കിട്ടി. ഒന്ന് ബാംഗ്ലൂരിൽ നിന്നൊരു അമ്മ അയച്ചു തന്നു, 24 പേജുള്ള ഒരു കുഞ്ഞു പുസ്തകം. അത് TVN ഭാഗവതാരാമം എഴുതിയതാണ്, ഗുരുവായൂരിലെ. അത് വ്യാഖ്യാനമാണ് ഹരിവരാസനത്തിൻ്റെ. രണ്ടാമത്തെ പുസ്തകമാണ് ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു അഭ്യുദയകാംക്ഷി അയച്ചു തന്നിട്ടുള്ളത്. ഇനി അമേരിക്കയിൽ ഒരു സുഹൃത്തുണ്ട് എന്ന് അറിയപ്പെടുന്നു. അവരുടെ ഈ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ, ഈ അയ്യരുടെ സുഹൃത്തിൻ്റെ അന്ന് സമകാലികനായിരുന്ന ആളിൻ്റെ ചെറുമകൻ അമേരിക്കയിൽ ഉണ്ടെന്ന് അറിയുന്നു. അതാണെങ്കിൽ ആ വിവരം കൂടെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക എന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. മറ്റൊരു ചർച്ചയും ഞങ്ങളെ ബാധിക്കുന്നതല്ല.